ഇത് നോക്കി എൻ്റെ കുമു, ഈ വീട്ടിൽ ഞാൻ നിൽക്കരുതെന്ന് ഗീതമ്മ പറഞ്ഞു വരണേ. എനിക്കറിയാം ഗീതമ്മയ്ക്ക് എന്നോട് അസൂയ. കുമു എന്നെ സ്നേഹിക്കണ കാരണം ഗീതമ്മക്ക് അസൂയ. അതുകൊണ്ട് എന്നെ ഇവിടെ ഓടിക്കാൻ നോക്കണേ. ഇവളാണ് പല്ലവി കുമാർ. പഠിപ്പുര വീട്ടിലെ കുമാറിൻ്റെയും ഗീതാകുമാറിൻ്റെയും ഒരേ ഒരു സന്താനം. ആറ്റുനോറ്റ് കിട്ടിയതാ. അതുകൊണ്ട് നന്നായിട്ട് ലാളിച്ച് വളർത്തിയേക്കുന്നത്. എന്നാൽ നമ്മുടെ പള്ളിക്കൊച്ചിന് ഒരഹങ്കാരവും ഇല്ലാട്ടോ. ഒരു പാവം കൊച്ച. പവിക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾ അത് ദുരുപയോഗം ചെയ്തിട്ടില്ല. കുറച്ച് വായ്നോട്ടവും തെണ്ടിത്തരവും ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വഴി കൂടെ പോകുന്ന വയ്യാവേലി എടുത്ത് തലയിൽ വെക്കുന്നതിൽ പവിക്ക് ഒരു ഉളുപ്പുമില്ല. നമ്മുടെ പവി ബിടെക് പഠിക്കാൻ അടുത്ത മാസം കോളേജിൽ ചേരാൻ പോകുക. അതിനു മുൻപ് കല്യാണം കഴിക്കണമെന്നാണ് ഗീതമ്മ പറയണേ. പെണ്ണിന് വയസ്സ് 22 ഒരു വർഷം വൈകിയ സ്കൂളിൽ ചേർത്തത്. അതുകൊണ്ട് +2 എത്തിയപ്പോൾ 19 വയസ്സായി. +2 കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം പോയില്ല. ചെറിയൊരു ആക്സിഡൻറ്റ്, കയ്യും കാലും ഒടിഞ്ഞു. ദേ കിടക്കണ ഒരു 1.5 വർഷം. പാവം. പിന്നെ ഇവളെ പോലെ തന്നെ ഒരു കുരുപ്പും ഇവൾക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ടുണ്ട്. നമ്മുടെ അന്ന മേരി ജോസഫ്. അവളും 1 വർഷം കഴിഞ്ഞ് സ്കൂളിൽ ചേർന്ന് ചെറുപ്പം തൊട്ടുള്ള കൂട്ടാണ്. അവരുടെ വീട്ടുകാർ തമ്മിൽ പരിചയമുണ്ട്. ഈ ജോസഫ് കുമാറും കട്ട് ചങ്സാണ്. അവർ കെട്ടിയ പെണ്ണുങ്ങൾ അതിലും വലിയ ഫ്രണ്ട്സ്. പിന്നെ നോക്കണോ, മക്കളും കട്ട ചങ്സായിരുന്നു. വലിയ അത്ഭുതമൊന്നുമില്ല. പവി 2 വർഷം കിടപ്പിലായിരുന്നു. അതുകൊണ്ട് അന്നയും അടിപിടിച്ച് അവളുടെ കൂടെയിരുന്നു. വേറൊന്നുമല്ല, ഒരുമിച്ച് കോളേജിൽ പോയി അടിച്ചു പൊളിക്കാൻ തന്നെയാ. കൊച്ചു കള്ളി. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പവിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു യുദ്ധം തന്നെയാ. നമുക്ക് ചെറുതായിട്ട് അവിടെ പോയി ഒന്ന് തലയിട്ട് നോക്കാം. 23 വയസ്സിനുള്ളിൽ നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ല പവി. ഒന്ന് പറഞ്ഞു കൊടുക്ക് കുമുവേട്ടാ. ഞാൻ ഗീതമ്മയോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ പല്ലിയെന്ന് വിളിക്കല്ലേ എന്ന്. എന്നിട്ടും ഈ പാവം പിടിച്ച എന്നെ നിങ്ങൾ രസമായി. കുമാരാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് സോഫയിലിരുന്ന് വയറും പൊത്തിയിരുന്ന് ഒടുക്കത്തെ ചിരി. പാവം നമ്മുടെ പവി അപ്പൻ കാണിക്കണ കണ്ട് കണ്ണും തള്ളി വിജൃംഭിച്ച് നിൽക്കുക. ഇതിനു മാത്രം വിളിക്കാനൊന്നും ഇല്ലട്ടോ. കുമുവും ഇങ്ങനെ തുടങ്ങല്ലേ. പാവല്ലേ ഞാന്. എന്താണെന്നറിയില്ല, ആരെങ്കിലും പവീനെ പല്ലിയെന്ന് വിളിക്കണ കുമു കേട്ടാല് പിന്നെ തുടങ്ങും ഒരു ചിരി. നിർത്താൻ കുറച്ച് പാടാ. എൻ്റെ പവി, നീ ഒന്ന് ഇങ്ങോട്ട് നോക്ക്. അയാൾ എന്തെങ്കിലും കാട്ടട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ കുമുവിൻ്റെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. ഗീതു, നീ ഇങ്ങനെ അയാളെന്നൊന്നും പറഞ്ഞ് ഈ ഏട്ടന് വേദനിപ്പിക്കല്ലേ. ചേട്ടൻ തകർന്നു പോകും. അയ്യേ, നാണമില്ലല്ലോ. കുമു അപ്പേ എന്തൊരു ഒലിപ്പീരാണ്. ജസ്റ്റ് ഫോർ എ ഫൺ. കുമു മനസ്സിൽ ആത്മകഥിച്ചു. ഗീതമ്മ നിലം തുളക്കുമായിരുന്നു. എൻ്റെ കുമുവേട്ടാ, ഒന്ന് ഇവളെ കൊണ്ട് സമ്മതിപ്പിക്ക്. ഇനിയും ഇങ്ങനെ കളിക്കല്ലേ. ഇത് നമ്മുടെ മോളുടെ ജീവിതമാ. ഇത്രയും നേരം കളിച്ചും തമാശിച്ചും ഇരുന്ന കുമു പെട്ടെന്ന് തന്നെ സീരിയസ് ആയി. മോളെ, നിന്റെ അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. ഇത്രയും നേരം ഞാൻ നിങ്ങളെ കളിയാക്കി. അതിനു കാരണം എനിക്കറിയാം. മോൾക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അതാ ഞങ്ങൾക്ക് വേണ്ടി മോള് സമ്മതിക്കണം. ഞങ്ങൾക്ക് മോള് മാത്രമേ ഉള്ളൂ. ഈ കുമുവിൻ്റെയും ഗീതമ്മയുടെയും കല്യാണം ഒരു ഒളിച്ചോട്ടമായിരുന്നു. സോ വീടും നാടുമായി അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഇവരൊരു മിഡിൽ ക്ലാസ് വീട്ടുകാരാണ്. എല്ലാവരും ഉപേക്ഷിച്ചിട്ടും കുമാറിന് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ടൻ്റായി ജോലി ഉള്ളത് കൊണ്ട് ഇപ്പോൾ നന്നായി ജീവിതം മുന്നോട്ട് പോകുന്നു. എനിക്ക് മനസ്സിലാകും അപ്പ, നിങ്ങൾ തീരുമാനിച്ചോളൂ. അത് പറഞ്ഞ് പവി പോയി സോഫയിലിരുന്നു. അപ്പോഴും അവൾക്ക് വിവാഹത്തിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും അവൾക്ക് ജീവനായിരുന്നു. അവരെ അവൾക്ക് വേദനിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഗീതമ്മയുടെ ചെവിയിൽ കുമു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് കാര്യം മനസ്സിലാകൂ എന്ന്. കുമു പവിയുടെ അടുത്തിരുന്ന് അപ്പുറത്ത് ഗീതാമ്മയും ഇരുന്നു. മോളെ, ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് മോൾക്ക് ഒരിക്കലും മനസ്സിലാകും. എൻ്റെ പൊന്നു കുമു, ഗീതു, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞില്ലേ. പിന്നെ എന്താ, ഒരുമാതിരി ഇതൊക്കെ ഭയങ്കര ബോറാണ് കേട്ടോ. അവൾക്ക് അവിടെ ദേഷ്യം കാട്ടി. എന്നാൽ പിന്നെ എൻ്റെ ചക്രമുത്തൊന്ന് ചിരിച്ചേ. അച്ഛൻ അവളെ ഇക്കിളിയാക്കാൻ തുടങ്ങി. അവരങ്ങനെ സന്തോഷിച്ച് പൊട്ടി ചിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. അവർ ആ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. നോക്കിയപ്പോൾ പവി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുമുദേ, ആന ചെരിഞ്ഞു നോക്കിയേ. ആരും പേടിക്കണ്ട, അത് നമ്മുടെ അന്നക്കൊച്ചാണ്, പവിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. സബാഷ്, എൻ്റെ നടുവിൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനമായി അവൾ മനസ്സിലോർത്തു. അപ്പനും മോളും ചിരിച്ചുകൊണ്ടിരിക്കാതെ മോള് പോയി ഒന്ന് എണീപ്പിക്ക്. അതും പറഞ്ഞ് ഗീതാമ്മ ഓടിപ്പോയി അവളെ എഴുന്നേൽപ്പിച്ചു. മോളെ, എന്തെങ്കിലും പറ്റിയോടാ? 1 2 അല്ല, തെറ്റിപ്പോയി. ആരും പേടിക്കണ്ട, അന്ന വീണപ്പോൾ യാദൃശികമായി കണ്ടുമുട്ടിയ നക്ഷത്രങ്ങളെ എണ്ണുകയാണ്. എടി മതി, ഇനിയും നീ എണ്ണിയാലേ അത് കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് മതി, വാ ഞാൻ സഹായിക്കാം. അച്ഛനും അമ്മയും ഇവരുടെ കാണിക്കൽ കണ്ട്
വാ പൊളിച്ചിരിക്കുക. ഇവരെന്തൊക്കെയായി പറയുന്നതെന്ന് കേട്ട്. ഏട്ടാ, ഇവർക്ക് ഭ്രാന്തായതാണോ അതോ എൻ്റെ റിലേ കട്ടായതാണോ? ഏട്ടന് എന്തെങ്കിലും കാണാനോ കേൾക്കാനോ സാധിക്കുന്നുണ്ടോ? എനിക്ക് സാധിക്കുന്നുണ്ട്. എന്ത്? അല്ല, നീ ഇപ്പോൾ പറഞ്ഞ സാധനം എന്ത്? കാണാനും കേൾക്കാനും? ആ, അത് പറ. അന്നയെ സോഫയിൽ കൊണ്ടുപോയി ഇരുത്തി. എടി പവി, ഇവിടെ വന്നേ. എന്താടി? ആന നിന്റെ കെട്ടിയോൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് കോൾ മീ ആന. പിന്നെ എന്തിന് യു കോൾ മീ ആന? അന്നയും ടെറർ മൂഡ്. അപ്പോൾ നീ കേട്ടൂലേ? എന്നതാന്ന് അറിഞ്ഞില്ല. വീണപ്പോൾ അത് മാത്രം കൃത്യമായിട്ട് കേട്ടു. അത് നീ അങ്ങനെ ആയതുകൊണ്ട് നീ കേട്ടേ. അതും കേട്ടതും അന്നതോ ലിങ്ങനെ. ഇവളെ ഇനിയും വളരാൻ അനുവദിച്ചൂടാ, അന്ന മനസ്സിൽ പറഞ്ഞു. അത് മനസ്സിൽ വിചാരിച്ച പവിയെ നോക്കിയപ്പോൾ, എനിക്കറിയാം നീ എന്നെ ഇനി വളരാൻ അനുവദിക്കില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. അത് പറഞ്ഞ പവി മുകളിലേക്കൊരു ഓട്ടമായിരുന്നു. അത് കണ്ട് നിന്നെ ഞാൻ വളരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നടുവിനെ കയ്യും കൊടുത്ത് പുറകെ ഓട്ടം അന്നയും. ഇതൊക്കെ കണ്ട് കുമുവും ഗീതമ്മയും മനസ്സിൽ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി പതിയെ ചുണ്ടുകളിലും വന്നു. കുമു ഗീതമ്മയെ നോക്കിയപ്പോൾ കുമുവിൻ്റെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. അതാ നിൽക്കുന്നൊരു ഭദ്രകാളി. ഗീതമ്മ കയ്യിൽ തുടക്കണ സ്റ്റിക്കും പിടിച്ച് ഏട്ടനെ നോക്കി ദഹിപ്പിക്കുന്നു. കാര്യം മനസ്സിലാക്കിയ കുമു, ഗീതു ആ ചൂടുവെള്ളം പോയി ബക്കറ്റിലേക്ക് ഒഴിച്ചേക്ക്, ഞാൻ പോയി കുളിക്കട്ടെ. കുമു വിത്ത് നിഷ്കു. കാര്യം വേറൊന്നുമല്ല, പുള്ളിക്കാരൻ ഓഫീസിൽ പോകണം. ഗീതമ്മയാണെങ്കിൽ പുള്ളിക്കാരൻ റെഡിയായില്ലെങ്കിൽ പിന്നെ ടെറർ മൂഡാണ്. രണ്ടാളും മുകളിൽ പോയി വഴക്കുണ്ടാക്കുക. ഡി മൂദേവി, നിന്നെ ഞാനിന്ന് കൊല്ലും, മര്യാദയ്ക്ക് നിന്നോ. രണ്ടും കട്ടിലിൻ്റെ ചുറ്റും കിടന്ന് മരണപ്പാച്ചില. അന്ന അങ്ങോട്ട് പോകുമ്പോൾ പവി ഇങ്ങോട്ട് വരും, അന്ന ഇങ്ങോട്ട് വരുമ്പോൾ പവി അങ്ങോട്ട് പോകും. എടി മതി, ഞാൻ മടുത്തു, വാ നമുക്ക് ഇവിടെ ഇരിക്കാം. എൻ്റെ നായികയായതുകൊണ്ട് പറയല്ല, ഒരു ഉളുപ്പും ഇല്ല. കള്ളന്മാരെ കണ്ട വിശേഷം പറഞ്ഞിരിക്കണ മുതലാ. ഞാനും മടുത്തു, അല്ലെങ്കിൽ രണ്ടും കണക്കാ. ഡി എന്നതാടി? അല്ല, നിന്റെ കല്യാണമാണെന്ന് പറഞ്ഞു. അത് എപ്പോൾ നീ അറിഞ്ഞേ? ഞാൻ വന്നപ്പോൾ കേട്ടായിരുന്നു. അതിന് നീ ഇപ്പോൾ വന്നിട്ടുള്ളല്ലോ. ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്, ഞാൻ എല്ലാം കേട്ടു. അയ്യോ ദാരിദ്ര്യം, നിന്റെ ഒളിച്ച് കേൾക്കുന്ന സ്വഭാവം ഇതുവരെ നിർത്തിയില്ലല്ലേ? അത് അന്നെ നന്നായി ഒന്ന് ഇളിച്ച് കാണിച്ചു. എടി, എനിക്ക് കല്യാണമൊന്നും ഇപ്പോൾ താല്പര്യമില്ലടി. എനിക്ക് ചുമ്മാ ഫ്രീ ആയി നടക്കണമെന്ന ആഗ്രഹം. ഇവരെത്ര വഴക്കുണ്ടാക്കിയാലും ആർക്കെങ്കിലും നൊന്താ അവർ സഹിക്കില്ല. എടി, അമ്മ പറയണതിലും കാര്യമുണ്ട്. നിനക്കിപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ല. അതെനിക്കറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല, എല്ലാം നല്ലതിനല്ലേ. കല്യാണം അത് അവർ നോക്കിക്കോളും, നമ്മൾ ഷോപ്പിംഗ് ചെയ്താൽ മതി. ഷോപ്പിംഗ് അത് എൻ്റെ അവകാശമാ, പവി പറഞ്ഞു. അതിനെ അന്നെ ഒന്ന് പുച്ഛിച്ചു. 3 ദിവസം അങ്ങനെ പോയി. രാവിലെ ഗീതമ്മ, എടി പവി എണീക്ക്, എണീക്കാൻ. എവിടെ എണീക്കാൻ? ദേ ചക്ക വെട്ടിയിട്ടേക്കണ പോലെയല്ലേ കിടക്കുന്നത്. നീ എൻ്റെ മകളെയാണോ വിളിക്കണേ? അവളെ എപ്പോൾ എണീക്കുമെന്ന് ചോദിച്ചാൽ മതി. ഇങ്ങോട്ട് മാറി നിൽക്ക്, ഈ കുമാർ കാണിച്ചു തരാം. അടുത്തിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് പവിയുടെ തലവഴി എടുത്തൊഴിച്ചു. ഈശ്വര, ഡാം പൊട്ടി, രക്ഷിക്കണേ, എന്നെ മാത്രം രക്ഷിച്ചാൽ മതിയേ. പാവം പവി സ്വപ്നത്തിൽ ഡാം പൊട്ടിയതാണെന്ന് വിചാരിച്ച് കാണും. ഡി മാക്കാച്ചി എണീക്കടി, ഡാമൊന്നുമല്ല, ഞാനാ, നിന്റെ അച്ഛൻ വെള്ളമെടുത്ത് ഒഴിച്ചതാ. പവി സ്വബോധമെടുത്തു. അപ്പയാണോ എൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിച്ചത്? അത് മോളെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറിയാതെ ഞാൻ. പുള്ളിക്കാരൻ നിഷ്കുവായിട്ട് നല്ല ഒന്നാന്തര അഭിനയം. അപ്പായതുകൊണ്ട് കുഴപ്പമില്ല. എണീറ്റ് വാടി, പെട്ടെന്ന് കുളിച്ച് റെഡിയാക്. എന്തിനാ ഗീതമ്മേ, എൻ്റെ പെണ്ണ് കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? അത്രയും നേരം ഇളിച്ചുകൊണ്ടിരുന്ന പവിയുടെ ചിരി സ്വിച്ചിട്ട് പോലെ നിന്നു. എന്തമ്മ ഇപ്പം എന്താ പറഞ്ഞേ? പവി ഒരു ഫ്ലോയിൽ ചോദിച്ചു പോയതാ. പാവം. ആടി, അവർ വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വരുവാന്ന് പെണ്ണ് കാണാൻ. അതെപ്പോ? രാവിലെ. എത്ര മണിക്കാ? അതൊക്കെ ഇപ്പോൾ അറിയണം. എന്തെന്ന് പോയാണ്ട് പെട്ടെന്ന് റെഡിയാക്, അവരെത്താറായി. അവരൊക്കെ ആരാ? പവിയുടെ കിളികൾ അവളുടെ തലയെന്ന കൂട്ടിൽ നിന്നും പറന്നുപോയി കഴിഞ്ഞിരുന്നു. അത് ആ സുശീലൻ ബ്രോക്കർ കൊണ്ടുവരണ കൂട്ടരാ, നല്ല വീട്ടുകാരാ. ഇത്ര പെട്ടെന്നോ? ഒന്ന് പോയി റെഡിയാകടി, അവർ വന്നിട്ട് പോകട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഓ, മോളെന്താ ഈ ആയി എന്നൊക്കെ പറഞ്ഞു പറിക്കുന്നത്? പെട്ടെന്ന് പോയി റെഡിയാക്, ചെല്ല്. ആ ശരിയപ്പാ. പവിയുടെ കിളികൾ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. പാവം ഓരോന്നിനെ തിരക്കിക്കൊണ്ടിരിക്കുക. അവസാനം എല്ലാത്തിനെയും കണ്ടുപിടിച്ച് കൂട്ടിൽ കയറ്റി വാതിലടച്ച് മണിച്ചിത്ര താഴിട്ട് പൂട്ടി. പവി ഓടിപ്പോയി അന്നയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൾ ഇപ്പോൾ തന്നെ വരും. ആ ഗ്യാപ്പിൽ അമ്മ ഞാൻ ഈ കോലത്തിൽ നിൽക്കണ കണ്ടാൽ എൻ്റെ ആരോഗ്യം ഹാനികരമാകുമെന്ന് അറിയാൻ കൊണ്ട് പെട്ടെന്ന് റെഡിയായി.
കുമുവാണെങ്കിൽ അവർ വരുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി പോയേക്കുക. ഗീതമാണെങ്കിൽ അടുക്കളയിൽ യുദ്ധത്തിലാണ്. പവിയമ്മ കൊടുത്ത് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് അന്നവരനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അങ്ങനെ കടയിൽ പോയ കുമു വരണ വഴിക്ക് അന്നയെ കണ്ട് അവളുടെ കൂടെ സ്കൂട്ടറിൽ കയറി പോന്നു. അന്ന പവിയുടെ റൂമിലേക്ക് ഒടുക്കത്തെ ഓട്ടം. ഗീതമ്മ നോക്കിയപ്പോൾ ഒരു മിന്നൽ പാസ് ചെയ്തതുപോലെ തോന്നി. പോയ വഴിയെ നോക്കിയപ്പോൾ അന്നയാണെന്ന് മനസ്സിലായി. ഗീതമ്മ കുമുവിൻ്റെ അടുത്തേക്ക് പോയി വാങ്ങിയ സാധനങ്ങളെല്ലാം മേടിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി കുമു റെഡിയാകാനും. അന്ന ഓടി വന്ന് കട്ടിൽ കയ്യും വിരിച്ച് കിടന്നു. എടി, ഞാനിനി എന്നതാടി ചെയ്യുക? അവർ വന്ന് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് എൻ്റെ കല്യാണം കഴിയും. അവരിഷ്ടമെന്ന് പറഞ്ഞാലല്ലേ? എന്തായാലും ചെക്കനും പെണ്ണും സംസാരിക്കണ ഒരു ഏർപ്പാടുണ്ടാവുമല്ലോ. അന്നേരം നീ ചെക്കനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കല്യാണം മുടക്ക്. ആ, അത് നോക്കാം. ഡാ, ഞാനിത് പറഞ്ഞത് നീ എന്നോട് ഇത്ര സങ്കടപ്പെട്ടത് കൊണ്ടാ. നിന്റെ കല്യാണം വളരെ മുഖ്യമാണ്. പവി അതിനൊരു മങ്ങിയ ചിരി കൊടുത്തു. മോളെ, അവർ വരാറായി. അന്നക്കൊച്ചി ഇവളെയും കൂട്ടി അടുക്കളയിലേക്ക് പൊക്കോ, ഞാൻ വിളിക്കാം. ഇതേ സമയം മറ്റൊരിടത്ത്. നീ അവിടെ പോയി ഒന്നും മിണ്ടണ്ട, ഞാനും അമ്മയും കൂടി തീരുമാനിച്ചോളാം. ഇത് പറഞ്ഞതാണ് മാധവൻ എന്ന മാധു, നമ്മുടെ നായകൻ്റെ അച്ഛൻ. പെണ്ണ് കാണാൻ പോന്നപ്പോൾ നായകൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കണാണ്. മാധു ഒരു റിട്ടയർഡ് ഹെഡ് മാഷാണ്. അയാളുടെ ഭാര്യ പാർവതി മാധവൻ ഒരു സാധാരണ വീട്ടമ്മ. ഇവരുടെ സന്താനമാണ് നമ്മുടെ നായകൻ നീൽജിത്ത് മാധവൻ. നീൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. സ്റ്റൈലായി കോം ചെയ്ത് മുടി, ചെമ്പൻ കണ്ണ്, മുഖത്തെ കട്ടിപ്പുരികം കൂടുതൽ ഭംഗി കൂട്ടുന്നു. വെട്ടിയൊതുക്കി വെച്ച് നല്ല സ്റ്റൈൽ താടി, കണ്ടാൽ ആരും മയങ്ങുന്ന സുന്ദരൻ.